ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിച്ചൂസ് കുറുമ്പി. ഇന്ന് സമയം 6:30 കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് മോർണിംഗിലെ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കണത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അല്ലേ. അപ്പോൾ രാവിലത്തെ കുഞ്ഞ് അതേപോലെ ചെറിയൊരു കുക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കാണിക്കണത്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ രാവിലെ ആദ്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ ചോറിനുള്ള വെള്ളം ഞാൻ ഗ്യാസിലേക്ക് വെക്കണം. എന്നാൽ പിന്നെ അതവിടെ അരിയൊക്കെ ഇട്ട് തിളയ്ക്കുമ്പോഴത്തേക്കും തിളച്ചിട്ട് നമുക്ക് റൈസ് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കാം അല്ലേ. പിന്നെ ബാക്കിയുള്ള ഓരോന്നും ചെയ്യാമല്ലോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പുട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ മത്തന കൊണ്ട് ഒരു എരിശ്ശേരി ഉണ്ടാക്കുന്നുണ്ട്. മത്തനും പരിപ്പൊക്കെ ഇട്ട് നമ്മൾ എരിശ്ശേരി ഉണ്ടാക്കൂലേ അത്. പിന്നെ ഒരു വഴുതനങ്ങ ഫ്രൈ ചെയ്യുന്നുണ്ട്. തത്തയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതാണ് ഉണ്ടാക്കണത്. പിന്നെ ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. എനിക്കങ്ങനെ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടായിരുന്നു വിടാതിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനൊന്നും മറന്നു പോകരുത് കേട്ടോ. നമുക്ക് വ്യൂസൊക്കെ ഉണ്ട്, പക്ഷേ ലൈക്കൊക്കെ കുറവാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു അങ്ങനെ കണ്ടു പോകുമ്പം അത് മറന്നിട്ടാണെന്ന് തോന്നുന്നു, എന്താണെന്നറിയില്ല, ലൈക്ക് കുറവാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു പോകുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ഞാനൊന്ന് കുറച്ച് നേരം വൈകിട്ടാണ് കേട്ടോ എണീറ്റുള്ളത്. 6:45 ആയപ്പോഴാണ് എണീറ്റത്. പിന്നെ അപ്പോൾ ഇതാ ചോറിനുള്ള വെള്ളം ഞാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാനൊന്ന് ഫ്രിഡ്ജിൽ മത്തനൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പുറത്തേക്ക് എടുത്ത് വെക്കണം. പിന്നെ പുട്ടിനുള്ള പൊടി ഞാൻ നനച്ച് വെച്ചിട്ടുണ്ട്. പുട്ടുണ്ടാക്കണം. അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണില്ല കേട്ടോ. കാരണം രാവിലെ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും. വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ ഇങ്ങനെ ക്യാമറ വയ്ക്കുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ സമയം ഇങ്ങനെ പോകും. പിന്നെ ഞാൻ നേരം വൈകിട്ടും കൂടിയാണ് ഇന്ന് എണീറ്റിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാതും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ കാണിക്കണമെന്നില്ല. രാവിലത്തെ കുറഞ്ഞ ഒരു കാര്യങ്ങളൊക്കെ എല്ലാം കൂടി ഉൾപ്പെടുത്തിയത് മാത്രം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഞാനിവിടെ പുട്ടുണ്ടാക്കാൻ CHൻ്റെ പുട്ടുപൊടിയാണ് കേട്ടോ എപ്പോഴും എടുക്കൽ. അതുകൊണ്ട് പുട്ടുണ്ടാക്കിയാലാണ് എനിക്കിഷ്ടം. വേറെ ഏത് പുട്ടുപൊടി കൊണ്ട് പുട്ടുണ്ടാക്കിയാലും ഒരു ഇഷ്ടം കിട്ടലില്ല. അപ്പോൾ ഇതാ ഞാൻ പുട്ടിനുള്ളത് പൊടിയൊക്കെ നനച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോന്നും അങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, മത്തനരിശ്ശേരി ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ. ഉണ്ടാക്കാൻ തുടങ്ങുകയല്ലേ, ഞാനത് കട്ട് ചെയ്തിട്ട് ഞാൻ മൺചട്ടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ കുക്കറിന് ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട്. കുക്കറിൻ്റെ വിസിൽ ഒരു പ്രശ്നം, അത് വിസിലടിക്കണില്ല. അപ്പോൾ ഞാൻ മത്തനും പരിപ്പും വേവിക്കാൻ വെച്ചു. ആ സമയം കൊണ്ട് തേങ്ങയും പച്ചമുളകും ചെറിയുള്ളിയും ഒരു നുള്ളു ജീരകവും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ അരച്ചെടുത്തതാണ്. ഇനി കുറച്ച് തേങ്ങ നമുക്ക് വറുത്തെടുക്കാനും കൂടി വേണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ പുട്ട് ഇങ്ങനെ ആയതിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ 2 എണ്ണം ആയിട്ടുണ്ട്. പിന്നെ ചോറുതാ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരച്ച് വെച്ച കൂട്ട് മത്തനും പരിപ്പും ഉപ്പിട്ട് വേവിച്ചതിലേക്ക് അരച്ച് വെച്ച പച്ചത്തേങ്ങ അരച്ച് ചേർത്ത് കൊടുത്തു. ഇനി നമ്മൾ കുറച്ച് തേങ്ങ വറുത്തതും കൂടി ചേർക്കണം കേട്ടോ. തേങ്ങ വറക്കണേലേക്ക് വേറൊന്നും ചേർക്കണ്ട, തേങ്ങ മാത്രം വറുത്ത് ചേർത്താൽ മതി. അതിലേക്ക് നമ്മൾ വറക്കുമ്പോൾ നമ്മൾ തേങ്ങ വറുത്തരച്ചേർക്കുമല്ലോ, അതിലേക്ക് ചേർക്കുന്ന പോലുള്ള സാധനങ്ങളൊന്നും ആഡ് ചെയ്യണ്ട കേട്ടോ. പിന്നെ ഞാൻ വഴുതനങ്ങ അവിടെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ തേങ്ങ വറുക്കാൻ വേണ്ടി നിന്നു കേട്ടോ. ഒരു ഗോൾഡൻ കളറൊക്കെ ആണ് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ഇതിൻ്റെ ഈ വെള്ളയൊക്കെ ഒന്ന് പോകണം. എന്നിട്ട് ഇതങ്ങനെ ഇങ്ങോട്ട് നമ്മൾ മത്തനിലേക്ക് ഇടുകയാണ് ചെയ്യണത് കേട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചിലരൊക്കെ വറവിടും, ചിലർക്ക് അങ്ങനെ ഇങ്ങനെ തേങ്ങ വറുത്തിട്ടാൽ പിന്നെ വറവിടേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഞാൻ എന്തായാലും വറവിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതിലേക്ക് വറവിടാൻ ഞാൻ കടുക്, വറ്റൽമുളക്, കറിവേപ്പിൻ്റെ ഇത്രയും ചേർത്ത് വറവിടുകയാണ്. അപ്പോൾ നല്ലപോലെ വറക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. ഒന്നും കൂടി ആവണമെന്ന് തോന്നുന്നു, പക്ഷേ സമയമില്ലാത്തതുകൊണ്ടാണ്.
അപ്പോൾ ഞാൻ വേവിച്ച് വെച്ച മത്തനിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇതൊന്നും കൂടെ പറഞ്ഞുതരാം. പരിപ്പും മത്തനും ഒരുമിച്ച് വേവിക്കാൻ വെച്ച് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് പരിപ്പും മത്തനും വെന്ത് വന്നപ്പോൾ അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ പച്ചമുളക്, തേങ്ങ, ചെറിയുള്ളി, ഒരു നുള്ളി ജീരകം, മഞ്ഞൾപ്പൊടി ഇത്രയും നന്നായിട്ട് അരച്ചത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ടു കേട്ടോ. പിന്നെ നമ്മൾ തേങ്ങ വറുത്തതും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല മണമാണ് ഇട്ട് വരുമ്പോൾ. അതങ്ങനെ ഇളക്കിയിട്ട് വരുമ്പോഴത്തേക്കും നല്ലൊരു മണമായിരിക്കും. പിന്നെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പിന്നെ വേറൊന്നും വേണമെന്നില്ല കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഇതൊക്കെ മതി. പിന്നെ ഞാനിനിയിപ്പോൾ നമ്മുടെ തേങ്ങ വറുത്ത ആ പാനിൽ തന്നെ ഇതിലേക്ക് വറവിട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് കഴുകിയിട്ടൊന്നുമില്ല, കാരണം ആ തേങ്ങ കൂടി അതിലേക്ക് ആയാലും കുഴപ്പമില്ലല്ലോ. എണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കറിവേപ്പിൻ്റെ ഇല. ഇത്രയും ചെയ്താൽ വറവിടേണ്ട ആവശ്യമില്ല. ചിലർ അങ്ങനെ വറവിടാതെ അങ്ങനെ ഉപയോഗിക്കും തോന്നുന്നുണ്ട്. വറവിട്ടാൽ ഒന്നും കൂടി ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഞാനതിന് മുകളിലേക്ക് അതുകൊണ്ട് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മത്തനരിശ്ശേരിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞത് കുറേ ദിവസം മുന്നേ എടുത്തിച്ച വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അന്ന് മക്കൾക്ക് സ്കൂളിലുള്ള ആ ടൈമായിരുന്നു. ഇപ്പോൾ നമുക്കൊരാഴ്ചയായിട്ട് സ്കൂളൊന്നും ഇല്ലല്ലോ അല്ലേ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ കറികളൊക്കെ ആയിട്ടുണ്ട്. രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടു. പിന്നെ ഞങ്ങൾക്ക് 3 പേർക്കുള്ള ചോറും കറികളൊക്കെ ആക്കിയതാണ് കേട്ടോ. വഴുതനങ്ങ ഫ്രൈ, മത്തൻ്റെശ്ശേരി, അച്ചാർ ഇതെല്ലാം ഉണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. വൈകുന്നേരത്തെ ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുറത്ത് പോയപ്പോൾ ആദ്യമായിട്ട് സൂപ്പ് കുടിക്കുന്ന കിച്ചുട്ടീൻ്റെ അനുഭവമായിട്ടതും വെജ് സൂപ്പായിരുന്നു. അതായത് സ്വീറ്റ് കോണിൻ്റെ സൂപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് അവൾ പെപ്പർ പൗഡറൊക്കെ ഇട്ടിട്ട് കുടിച്ചു നോക്കുകയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ എങ്ങനെയുണ്ട് അമ്മ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഒറ്റൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എങ്ങനെയുണ്ട് നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവൾ കഴിച്ച് നോക്കുകയാണ്. അപ്പോൾ എരിവുണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് ആദ്യമായിട്ട് കഴിച്ച് നോക്കുകയാണ്. അപ്പോൾ അത് എരിവുണ്ടോ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ മന്തിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങളൊരു ക്വാർട്ടർ മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള ചിക്കനും ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഫുഡൊക്കെ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഈവനിങ് ഇതുപോലെ ഒന്ന് പുറത്തിറങ്ങണമല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ അവളങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകെ ബഹളമായിരുന്നു കേട്ടോ. അവിടെ ഓൺ വോയിസ് ഇടാമെന്ന് വെച്ചാൽ ആകെ ബഹളം. ഞാൻ കുറച്ച് നേരം ഒന്ന് ഓൺ വോയിസ് ആയി കാണിച്ചു തരാം. കടയിൽ ഇരുന്ന് കഴിക്കുമ്പോൾ അവിടുത്തെ ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നടക്കട്ടെ കേട്ടോ. മന്തിക്ക് ഓർഡർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, മന്തി ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണല്ലോ കിട്ടുക അല്ലേ. നമ്മളവിടെ പോയി കഴിക്കുമ്പോൾ അങ്ങനെയാണല്ലോ, ഒന്ന് വെയിറ്റിംഗ് വരും. അപ്പോൾ സ്വീറ്റ് കോണിൻ്റെ സൂപ്പൊക്കെ കിച്ചുമോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മന്തിക്ക് ഓർഡർ ചെയ്തു. അപ്പൊ മന്തിക്ക് ഓർഡർ ചെയ്തിട്ടുള്ള കഥയാണ് കിച്ചുമോട് പറയണത്. അതായത് കോഴിക്ക് എങ്ങനെയാണ് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വാട്ടർ മെലൻ്റെ ഒരു ജ്യൂസും ഒരു ലെമൺ ടീയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്. Thank you.